ജനങ്ങളെ ഈമാൻ തെറ്റിക്കുന്ന വ്യാജ തരീഖത്തുകാരായ പലരും ശൈഖായിട്ടും ശൈഖ് ചമഞ്ഞിട്ടും ചൂഷണങ്ങൾക്ക് വേണ്ടി ഇറങ്ങുന്ന കക്ഷികൾ, അവര് ജനങ്ങളെ മനസ്സ് അള്ളാഹുവിലേക്ക് തിരിക്കുന്നതിന് പകരം അവരതാ ശൈഖാക്കി വെച്ച ആളുകളെ സംബന്ധിച്ച് അവരാണെല്ലാം എന്ന് പറയുന്നൊരു സ്വഭാവമുണ്ടല്ലോ. ആ സ്വഭാവം ഒരു ശരിയായ രീതിയല്ല. ഔലിയാക്കൾക്ക് അല്ലാഹു പല പവറും കൊടുത്തിട്ടുണ്ട്. അത് നിഷേധിക്കുന്ന പുത്തൻവാദിയുടെ ശൈലിയും ശരിയല്ല. അമ്പിയാക്കൾക്ക് അല്ലാഹു പല പവറും കൊടുക്കുന്നുണ്ട്. അത് നിഷേധിക്കുന്ന പുത്തൻവാദിയുടെയും യുക്തിവാദിയുടെയും വാദവും ശരിയല്ല. അള്ളാഹു ഉദ്ദേശിച്ചത് അവർക്കവൻ കൊടുക്കുന്നുണ്ട്. അത് പല പല സംഗതികളും അത്ഭുതകരമായതും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്തുള്ളത് ധാരാളം അള്ളാഹു തആല അത്തരം മഹാന്മാർക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ അതെല്ലാം റബ്ബിൻ്റെ അധികാരത്തിൽ നിന്നുള്ള തുച്ഛമാണ്. റബ്ബിൻ്റെ അധികാരം അത്രയും വിസ്തൃതമാണ്. അത് എല്ലാ അമ്പിയാക്കളും ഔലിയാക്കളും മലക്കുകളും ജിന്നുകളും മനുഷ്യരും എല്ലാ രാജാക്കന്മാരും ഭരണാധികാരികളും എല്ലാവരും റബ്ബിന്റെ അധികാരത്തിൻ കീഴിലാണ്. ആ റബ്ബിന്റെ അടിമകളാണ് സുഹൃത്തുക്കളെ. അതിനാൽ ചില ആളുകൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധം ചില വാചകങ്ങൾ പറഞ്ഞ് പ്രസംഗിച്ചിട്ട് അതിൻ്റെ ക്ലിപ്പുകൾ മുറിച്ച് പുത്തൻവാദികൾ ജനങ്ങളെ ഈമാൻ തെറ്റിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ കൃത്യമായി സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ പറയുന്ന ഈ പാവപ്പെട്ട ഞാൻ പ്രസംഗിച്ച പ്രസംഗം പോലും ജനങ്ങളെ അവർ കേൾപ്പിക്കുന്നില്ല. നമ്മുടെ ആലിമീങ്ങളെ പ്രസംഗം കേൾപ്പിക്കുന്നില്ല. ഇനി അഥവാ കേൾപ്പിക്കുന്നുവെങ്കിൽ തന്നെ കഴിഞ്ഞ വർഷം ഞാനിവിടെ പ്രസംഗിച്ച ഒരു പ്രസംഗത്തിൽ അതേ ഞാറ്റുവാല കൊണ്ട് മഴ പെയ്തു എന്ന് പറയരുത്, നക്ഷത്രം കൊണ്ട് മഴ പെയ്തു എന്ന് പറയരുത്, അങ്ങനെ തുടങ്ങിയ പല കാര്യങ്ങളും വിശദീകരിച്ചിട്ട് അതാ അതപകേടായ വാക്കുകൾ പറയരുത് എന്ന് പറഞ്ഞതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും മുറിച്ച് ക്ലിപ്പാക്കിയിട്ട് ഇപ്പോഴും പുത്തൻവാദികൾ ഇവിടെ ദജ്ജാലിന്റെ പണിയെടുക്കുന്നുണ്ട്. അത് അവരുടെ സ്വഭാവമാണ്. അതിൽ മുസ്ലിമീങ്ങൾ പെട്ടുപോകരുത്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാം സംരക്ഷിക്കുന്നവനും എല്ലാം കൊടുക്കുന്നവനും എല്ലാം തടയുന്നവനും സർവാധികാരമുള്ളവനും അതുപോലെ സർവ വിഷയങ്ങളും നിയന്ത്രിക്കുന്നവനും സൃഷ്ടിച്ചവനും സൃഷ്ടിക്കുന്നവനും എല്ലാം സർവാധികാരിയായ അല്ലാഹ് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സ്വന്തം കുപ്പായം കൊടുത്തിട്ട് ബാപ്പയുടെ മുഖത്ത് കൊണ്ടുപോയി ഇടാൻ പറയുകയും അപ്പോൾ തന്നെ ബാപ്പയുടെ കണ്ണിന്റെ കാഴ്ചക്കുറവ് നീങ്ങി അതാ നല്ല കാഴ്ചയോടെ വരുമെന്ന് പ്രഖ്യാപിക്കാനുള്ള അധികാരവും കൊടുത്തവനാണ് അല്ലാഹ്. പറഞ്ഞതുപോലെ നടത്തി കാണിച്ചു കൊടുത്തവനാണ് അല്ലാഹ്. അങ്ങനെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് എന്തെല്ലാം സ്ഥാനം കൊടുത്തു. പക്ഷേ അതെല്ലാം അല്പമാണ്. പടച്ചവന്റെ അധികാരത്തിൽ നിന്നുള്ള ചിലതാടേ, അല്ലാതെ ഒരു വിശ്വാസം നമുക്കുണ്ടാകാൻ പാടില്ല. അതാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാം പറയുന്നത്, അന്ത വലിയ്യി ഫിദ്ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും എന്നെ ഏറ്റെടുത്തവൻ നീയാണ്. ഇമാം റാസി റളിയല്ലാഹു അൻഹു ഇവിടെ വളരെ വിശദമായി വിശദീകരിക്കുന്നുണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ കൃത്യമായി പറഞ്ഞ ഇമാമാണ് ഇമാം റാസി. അവിടുന്ന് പറഞ്ഞത് കാണാം, ഫതഅല്ലുഖു റൂഹി ബിആലമിൽ അജ്സാമി ബിത്തസറുഫി വത്തദ്ബീരി ഫീ, മഹാത്മാക്കൾക്ക് ചില കൈകാര്യങ്ങളും നിയന്ത്രണങ്ങളും അതാ ഇവിടെ ലോകത്ത് ഉണ്ട്. പക്ഷേ വലമ്മാ കാന ലാ നിഹായത ലിദറജാതി ഹാദൈനി നൗഈനി ഫിൽ
الكمال والنقصان والقوة والضعف والجلاء والخفاء امتنع أن يصل منهما للإنسان إلا ما قدمنا. മനുഷ്യർക്ക് അള്ളാഹുവിൻ്റെ അധികാരത്തിൽ നിന്ന് കിട്ടുന്നത് കുറച്ചാണ്. തീർത്തും അള്ളാഹു തആല കൊടുത്തുവെന്ന് വിചാരിക്കാൻ പാടില്ല. ഫകാനൽ ഹാസിലു ഫിൽ ഹഖീഖത്തി ബഅദൻ മിൻ അബ്ആദിൽ മുൽക്കി, അധികാരത്തിൽ ചിലതിൽ നിന്നുള്ള ചിലതാണ് മഹാന്മാർക്ക് മഹാത്മാക്കൾക്ക് റബ്ബ് കൊടുക്കുന്നത്. വബഅദൻ മിൻ അബ്ആദിൽ ഇൽമി, ഇൽമിൽ നിന്നുള്ള ചിലതാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഫലിഹാദ സബബി ദക്കറ ഫീ കലിമത മിനൽ മുൽക്കി എന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ്. എല്ലാറ്റിൻ്റെയും അധികാരമുള്ളവനും എല്ലാം സൃഷ്ടിച്ച് സംവിധാനിക്കുന്നവനും റബ്ബുൽ ആലമീനായ അല്ലാഹ്. അവൻ്റെ അധികാരത്തിൽ ചില അധികാരങ്ങളും ചില കൈകാര്യങ്ങളും ചില നിയന്ത്രണങ്ങളുമൊക്കെ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉദ്ദേശിക്കുന്നത് പ്രകാരം നൽകും. അതിനെ നിഷേധിക്കുകയും ചെയ്യരുത്. അല്ലാഹുവിനോട് ദുആ ചെയ്യാണ്, തവഫനി മുസ്ലിമൻ, എന്നെ നീ മുസ്ലിമായി മരിപ്പിക്കണേ. വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, സാലിഹീങ്ങളോട് കൂടെ എന്നെ നീ ചേർക്കണേ. നമ്മളെപ്പോഴും ആഗ്രഹിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വിഷയമാണ്. ഒന്ന്, മരിക്കുമ്പോൾ മുഅ്മിനായി മുസ്ലിമായി മരിക്കണം. അല്ലാഹുവേ, അതിന് നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണം. അല്ലാഹ്, സാലിഹീങ്ങളെ കൂടെ പോയി ചേരണം, മഹാന്മാരുടെ കൂടെ പോയി നിൽക്കണം. അർഹമർ റഹീമീനായ റബ്ബേ, അതിന് ഞങ്ങൾക്ക് ഭാഗ്യം തരണേ. അല്ലാഹ്, എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. സുഹൃത്തുക്കളെ, ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല. നമ്മൾ വളരെ പുണ്യമുള്ളൊരു മാസത്തിലാണ്. ഇനി വലിയ പുണ്യമാസം വരികയാണ്. നമ്മൾക്ക് എപ്പോഴും ഓർമ്മ വേണ്ട കാര്യം, മരിക്കുമ്പോൾ ഈമാനോടെ മരിക്കണം. സജ്ജനങ്ങളുടെ കൂടെ ചേരാൻ കഴിയണം. ഈ ഭൂമി ലോകത്തെന്തധികാരം കിട്ടിയാലും, അധികാരം, വലിയ അധികാരങ്ങൾ, സുബ്ഹാനല്ലാഹ്, ഇവിടെ ഈമാനില്ലാത്തവർക്കും കിട്ടുന്നുണ്ടല്ലോ. ഇവിടുത്തെ പണവും അധികാരവും ഇവിടെയുള്ള എല്ലാ സ്റ്റാറ്റസുകളും അത് പലർക്കും കിട്ടുന്നുണ്ടല്ലോ. അതേ സമയത്ത് എന്നെന്നും നിൽക്കുന്ന ഒരു ലോകം, ആ എന്നെന്നും നിൽക്കുന്ന സ്ഥലത്ത് ലഭിക്കേണ്ട അനുഗ്രഹം, അത് ലഭിക്കണമെങ്കിൽ ഈമാനോടെ മരിക്കണമല്ലോ, മുസ്ലിമായി മരിക്കണമല്ലോ. അതല്ലേ യൂസുഫ് നബി അലൈഹിസ്സലാം പ്രസക്തി നൽകുന്നത്, തവഫനി മുസ്ലിമാ. ഇവിടെയുള്ള അധികാരത്തിന് നിലനിൽപ്പില്ല, ഇവിടെയുള്ള അറിവിന് അതും ഇവിടെ അതാ ചെറിയ അറിവ്, അതുകൊണ്ടും ഇവിടെ വിജയിച്ചത് കൊണ്ട് കാര്യമില്ല. വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, സജ്ജനങ്ങളെ കൂടെ എന്നെ നീ ചേർക്കണേ. അല്ലാഹുവേ, ഞങ്ങളെ ഈ മജ്ലിസ് അതിന് നിമിത്തമാകുന്ന മജ്ലിസായി നീ ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണം. അല്ലാഹ്,